सम्पदः। തൃശൂർ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിലെ കർക്കടക ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. വൈവിധ്യവും സ്വാദിഷ്ടവുമായ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വേറിട്ട രുചികൾ കുട്ടികൾക്കും കൗതുകമായി. വിവിധ ഇനം ഇലകളും കായ്കളും ഉൾപ്പെടുത്തി 300ഓളം വ്യത്യസ്ത വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. ഫാസ്റ്റ് ഫുഡിന്റെയും ജങ്ക് ഫുഡിന്റെയും കാലത്ത് പണ്ട് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന തനി നാടൻ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ 300ഓളം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിൽ വേറിട്ട കാഴ്ചയൊരുക്കി. വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തിയത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് മാതൃസമിതി അംഗങ്ങൾ ഒരുക്കിയത്. നാട്ടിൻപുറങ്ങളിൽ ലഭിക്കുന്ന പലതരം ഇലകളും കായ്കളുമെല്ലാം വിഭവങ്ങളായി മാറുകയായിരുന്നു. അധികം വിഭവങ്ങൾ നമ്മുടെ അമ്മമാർ ഒരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പല വിഭവങ്ങളുടെ പേരും നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. അതിലേറ്റവും ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലേക്ക് പഴയ കാലത്തെ വിഭവങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. രാമയ്യൻ, ആശാളി ലഡു, മിക്സഡ് വെജിറ്റബിൾ അച്ചാർ, ഉലുവപ്പായസം, പത്തിലത്തോരൻ, ചെമ്പരത്തി ജ്യൂസ്, ചെറുപയർ പായസം, ചെങ്ങലം പരണ്ട ചമ്മന്തി, മുക്കുറ്റി ലേഹ്യം, തഴുതാമ ഇലത്തോരൻ, വാഴക്കൂമ്പ് ബജ്ജി, മുക്കുറ്റി ചമ്മന്തി തുടങ്ങി ഏകദേശം 300ഓളം വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഫെസ്റ്റിവലിലുണ്ടായിരുന്നു. നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധ ഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയതിനാൽ പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദിയായി ഫെസ്റ്റിവൽ മാറി. ചാലക്കുടി അഗ്രോമണിക് റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ഡോക്ടർ മിനി എബ്രഹാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് സന്ദേശം നൽകി. അമൃത ന്യൂസ്, തൃശൂർ.